അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി 2 തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ്. 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം സമാധാനപരമായി അധികാര കൈമാറ്റം തടയാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്ന US പ്രസിഡന്റ്. ഒന്നിലധികം ക്രിമിനൽ കേസുകളിൽ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി. സ്വേച്ഛാധിപതിയായി രാജ്യം ഭരിക്കാൻ കോപ്പുകൂട്ടുകയാണെന്ന പണ്ടും ഇന്നും വിമർശകർ ഉറച്ചു പറയുന്ന ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മനസ്സില്ലാ മനസ്സോടെയാണ് ജോ ബൈഡന് മുന്നിൽ തോറ്റമ്പി കഴിഞ്ഞ കുറി ഇറങ്ങിപ്പോയത്. 2020 ആ തോൽവിക്ക് ശേഷം 2024 US തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് ട്രംപ്. വീണ്ടും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ബൈഡന് എതിരാളിയായി കളം നിറയാനുള്ള ആദ്യവട്ട പോരാട്ടങ്ങളിൽ ജയമറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ട്രംപ്. അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിൽ ഡൊണാൾഡ് ട്രംപ് എതിരാളിയെ പിന്നിലാക്കി മുന്നേറുകയാണ്. നാമനിർദ്ദേശം നൽകാനുള്ള പാർട്ടിക്കുള്ളിലെ പോരാട്ടത്തിൽ തന്റെ എതിരാളിയായ നിക്കി ഹേലിയെ പിന്നിലാക്കി റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ട്രംപ് വിജയക്കൊടി പാറിക്കുകയാണ്. യുഎസിലെ പ്രധാന സംസ്ഥാനമായ ന്യൂഹാംഷെയർ പ്രൈമറിയിൽ നാമനിർദ്ദേശത്തിനായുള്ള പോരാട്ടത്തിൽ ട്രംപ് വിജയിച്ചു. ഇന്ത്യൻ വംശജയും സൗത്ത് കരോലൈന മുൻ ഗവർണറുമായ നിക്കി ഹേലിയെ പിന്നിലാക്കി ട്രംപ് കുതിക്കുകയാണ്. പ്രൈമറി തെരഞ്ഞെടുപ്പിൽ 52.5% വോട്ടുകളാണ് ട്രംപിന് ലഭിച്ചത്. നിക്കി ഹേലി 46%-ലധികം വോട്ടുകളും നേടി. ആദ്യ റിപ്പബ്ലിക്കൻ നോമിനേറ്റിംഗ് സംസ്ഥാനമായ അയോവയിൽ ജനുവരി 15-ന് ഉജ്ജ്വല വിജയം നേടിയതോടെ ട്രംപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അടുക്കുകയായിരുന്നു. പാർട്ടിയിലെ തന്റെ ശേഷിക്കുന്ന എതിരാളികളിൽ ഒരാളായ ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ് ഇതോടെ നാമനിർദ്ദേശത്തിനായുള്ള മത്സരത്തിൽ നിന്ന് പുറത്തായി. പിന്നീട് UN-ലെ മുൻ US അംബാസിഡർ നിക്കി ഹേലി മാത്രമായി ട്രംപിനെ നേരിടുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രധാന എതിരാളി. തന്റെ പ്രചരണത്തിനായി നിക്കി ഹേലിയെയും തന്റെ പാർട്ടിയിലെ സമകാലികരെയും ആക്രമിച്ച് പ്രചാരണത്തിൽ മത്സരിക്കുമ്പോൾ ട്രംപ് നിയമപരമായ പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ചരിത്രത്തിൽ ആദ്യമായി ഒരു മഗ്ഷോട്ട് എടുക്കുന്ന ആദ്യത്തെ US പ്രസിഡന്റായി ട്രംപ് മാറിയതും ക്രിമിനൽ കുറ്റങ്ങളിൽ തലച്ചിടപ്പെടുന്ന ഒരു ഭരണാധികാരിയാണ് ട്രംപ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ജോർജിയയിലെ 2020 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് അറ്റ്ലാന്റ ജയിലിൽ കയറേണ്ടി വന്നപ്പോഴാണ് ട്രംപിന്റെ മഗ്ഷോട്ട് എടുത്തത്. ന്യൂഹാംഷെയറിലെ വിജയത്തിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ നിക്കി ഹേലിയെയും US പ്രസിഡന്റ് ജോ ബൈഡനെയും സ്ഥിരമായി കടന്നാക്രമിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ട്രംപ്. നിക്കി ഹേലിക്ക് ഇത് മോശം രാത്രിയാണെന്ന് വിശേഷിപ്പിച്ച് ട്രംപ് അവർ പരാജയം സമ്മതിക്കുന്നില്ലെന്നും വിമർശിച്ചു. US പ്രസിഡന്റും തന്റെ ഡെമോക്രാറ്റിക് എതിരാളിയുമായ ബൈഡനെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് 81-കാരനായ ബൈഡന് 2 വാചകം ഒരുമിച്ച് പറയാൻ കൂടി കഴിയില്ലെന്നാണ് പറഞ്ഞത്. ട്രംപിന്റെ പ്രായം 77 ആണെന്ന് കൂടി ഓർക്കണം. തനിക്കപ്പുറം ലോകാവസാനം എന്ന് കരുതുന്ന പോപ്പുലിസ്റ്റ് ചിന്താഗതിയുടെ സ്ഥിരം നമ്പറായ വാക്കുകളും അമേരിക്കക്കാരെ വീഴ്ത്താൻ മുറയ്ക്ക് ട്രംപ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വിജയിച്ചില്ലെങ്കിൽ ഈ രാജ്യം അവസാനിച്ചുവെന്നാണ് ട്രംപിന്റെ ഈ പ്രയോഗങ്ങളിലൊന്ന്. നിക്കി ഹേലിയുടെ ഇന്ത്യൻ സ്വത്വവും അവർക്കെതിരായ പ്രചരണത്തിൽ ട്രംപ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് ജനിച്ച ഹേലിയെ അവരുടെ ആദ്യകാലത്തെ പേരിൽ പോലും പരിഹാസം നിറച്ച് തന്റെ കീഴിൽ ജോലിയെടുത്തവൾ എന്ന രീതിയിലാണ് മുൻ പ്രസിഡന്റ് കുറച്ചു കാട്ടാൻ ശ്രമിക്കുന്നത്. എന്തായാലും തിരിച്ചടിക്കാൻ ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നീട് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ ട്രംപ് മാനസികമായി അയോഗ്യനാണെന്ന് ഹേലി തുറന്നടിക്കാനും മടിച്ചില്ല. ട്രംപിന് സ്വേച്ഛാധിപതികളുമായുള്ള ആത്മബന്ധവും നാമനിർദ്ദേശ പോരാട്ടത്തിൽ നിക്കി ഹേലി തുറന്നു കാട്ടുന്നുണ്ട്. എന്തായാലും പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്ന് തന്നെയാണ് നിക്കി പറയുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എതിരാളികളായ ഡെമോക്രാറ്റുകൾ തന്റെ പഴയ ബോസിനോട് ഏറ്റുമുട്ടാനാണ് ആഗ്രഹിക്കുന്നതെന്നും ന്യൂഹാംഷെയറിലെ പരാജയത്തിൽ നിക്കി പ്രതികരിച്ചു. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഡെമോക്രാറ്റുകൾക്കറിയാം അവരുടെ ജോ ബൈഡനെ ഇക്കുറി പരാജയപ്പെടുത്താനാകുന്ന ഏക റിപ്പബ്ലിക്കൻ ട്രംപ് ആണെന്നത്. എന്തായാലും തന്റെ തട്ടകമായ സൗത്ത് കരോലിനയിലൂടെ മത്സരത്തിലേക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലാണ് ഹേലി. 14 സ്ഥാനാർത്ഥികൾ നിരനിരയായി നിന്നിരുന്ന റിപ്പബ്ലിക്കൻ ബെഞ്ചിൽ ഇപ്പോൾ ട്രംപിന് എതിരാളിയായി നിക്കി ഹേലി മാത്രമേയുള്ളൂ. ഒരു റിപ്പബ്ലിക്കനും ഇതുവരെ 2 ഉദ്ഘാടന മത്സരങ്ങളിലും വിജയിച്ച് ആത്യന്തികമായി പാർട്ടിയുടെ നോമിനേഷൻ നേടിയിട്ടില്ല. എന്നാൽ അയോവയും ന്യൂഹാംഷെയറും നേടിയിരിക്കുകയാണ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് ന്യൂഹാംഷെയറിൽ വലിയ പ്രചരണം നടത്തിയിട്ടില്ലെന്നിരിക്കെ വ്യക്തിപരമായ ആവലാതികൾ ഉന്നയിച്ചും വലതുപക്ഷ തീവ്ര ആശയങ്ങൾ ഉന്നയിച്ചും ട്രംപ് അദ്ദേഹത്തിന്റെ അടിത്തറ ശക്തമാക്കിയതാണ് പോളിംഗിലെ ലീഡിന് പിന്നിലെ കാരണമെന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇനി മറ്റ് പ്രൈമറികളിലെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും നിക്കിയുടെ നാമനിർദ്ദേശ പത്രിക സ്വപ്നങ്ങളും ട്രംപ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.